നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആഹാ, ഇവിടെ വന്നിരിക്കുവാണോ? അമ്മ ഇവിടെല്ലാം നോക്കിന്നറിയോ? ഇതൊന്ന് കുടിക്കേ. എനിക്ക് വേണ്ടമ്മേ. ആഹാ, അങ്ങനെ പറഞ്ഞാ പറ്റില്ല. കുടിക്കേ. മോളൊന്നും കുടിക്കാതിരുന്ന അമ്മയ്ക്കാ സങ്കടം. സത്യയുടെ കാര്യം ഓർത്തിട്ടാ അമ്മേ. അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. അവൾക്കൊരു സങ്കടം വരുമ്പോ ഞാനല്ലാതെ വേറെ ആരാ കൂടെ സങ്കടപ്പെടാനുള്ളത്? നിങ്ങൾക്കിങ്ങനെ സങ്കടം വന്നില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ മക്കളെ. ഒരമ്മയുടെ മക്കളാവുമ്പോ അങ്ങനെ സങ്കടം വരണം. ഒരാള് മറ്റൊരാളെ സഹായിക്കുകയും വേണം. സങ്കടം വന്നാ അത് ഷെയർ ചെയ്ത് പരിഹരിക്കുകയും വേണം. മോളെ, അവിടെ സത്യ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ട് ഇവിടെ മോൾക്കും ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ നോക്കിയിരിക്കുന്ന ഞങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത? നിങ്ങൾ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇറങ്ങോ? സത്യം സഹായിക്കാൻ എന്താ അമ്മ ഒരു മാർഗം? അതിപ്പോ ഇവിടെ ഇരുന്നോണ്ട് നമ്മളിപ്പോ എന്ത് ചെയ്യാനാ മോളെ? അവിടെ ആയിരുന്നെങ്കിൽ സത്യം നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കെങ്കിലും ചെയ്യായിരുന്നു. ആ, വിഷ്ണുവച്ചന്റെ പപ്പിക്കുട്ടി ഇവിടെ ഇരിക്കണ്ടോ? എന്തുപറ്റി? അമ്മയും മോളും കൂടി വഴക്കിട്ടാ? ഇവിടെ ആകെ സങ്കടത്തിലാണല്ലോ. അത് പിന്നെ വിഷ്ണു വച്ച ഇല്ല, ഒന്നുമില്ല. അതെന്താണൊരു ഒന്നുമില്ലായ്മ? കാര്യം പറയട പപ്പുക്കുട്ട. ഓ, അപ്പൊ എന്നോടും വഴക്ക? എന്നാ പിന്നെ പപ്പിമോളുടെ വഴക്ക് മാറാനൊരു സൂത്രം കൊണ്ട് വന്നിട്ടുണ്ടല്ലോ വിഷ്ണു അച്ഛൻ. ഹായ്, ഫോൺ. അതെ, ഇത് ഗെയിം കളിക്കാനല്ല, ഓൺലൈൻ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഫോൺ മേടിച്ചു വന്നിരിക്കണേ. സിം അടക്കം അതിലുണ്ട്, കേട്ടല്ലോ. പഠിച്ചില്ലെങ്കിലേ ആ ഫോൺ ഞാൻ അങ്ങനെ തന്നെ തിരിച്ചു വാങ്ങിക്കും, കേട്ടല്ലോ. അത് ഞാൻ പഠിച്ചോളാം. എന്റെ ചക്കര വിഷ്ണു അച്ഛനാ. ഞാനിതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല വിശദമായിട്ടൊന്ന് പഠിക്കട്ടെ. ഓ ശരി ശരി വിഷ്ണു അച്ഛാ. മോളെ, പാല് കുടിച്ചിട്ട് പോ. വേണ്ടമ്മേ, ഞാൻ പിന്നെ കുടിച്ചോളാം. അവളുടെ സന്തോഷം കണ്ടില്ലേ? ഞാൻ ഫോൺ കൊണ്ടുവരുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അവളൊന്ന് ചിരിച്ചു കണ്ടത് ഇപ്പോഴാ വിഷ്ണുവേട്ടാ. ഇതുവരെ സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു. അല്ല, ഇത്രമാത്രം സങ്കടപ്പെടാപ്പ അവൾക്ക് എന്താ പറ്റി? സത്യക്ക് ഇവിടെ സുഖമില്ലാതിരിക്കുക. അച്ഛനെ കാണണമെന്നുള്ള വാശിയാ. പട്ടിണി കിടന്ന് വാശി കാണിച്ച് സത്യമോളാകെ തളർന്നു. അവളുടെ കുഞ്ഞു മനസ്സില് അച്ഛനെ കാണണമെന്നുള്ള ആഗ്രഹം എങ്ങനെയോ ഉണ്ടായി. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞതും സത്യയുടെ അസുഖം മാറണമെങ്കിൽ സത്യയുടെ അച്ഛൻ വരണമെന്നാ. ഇനി ഇതിങ്ങനെ ഒരു എത്തും പിടിയില്ലാതെ പോയിട്ട് കാര്യമില്ല. കാര്യങ്ങൾ അറിയാതെ കുട്ടികളും വയ്യാതെയാവും. ഞാനിപ്പോ തന്നെ സത്യ കാണാൻ പോവാ. ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റൽ, അതല്ല വീട്ടിലാണെങ്കിൽ വീട്ടില്. സത്യമോളെ എന്നെ കൊണ്ട് കഴിയാവുന്ന അത്ര ആശ്വസിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു വരൂ. വിഷ്ണുട്ടാ, സത്യയെ ആശ്വസിപ്പിക്കാനാണെങ്കിലും വിഷ്ണുവേട്ടൻ പറയട്ടെ സത്യയുടെ അച്ഛനാണെന്ന്. അങ്ങനെയെങ്കിലും ആ കുരുന്ന മനസ്സിന്റെ സങ്കടം ഒന്ന് മാറട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.